നമസ്കാരം. ടീറ്റർ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. റെസൊനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് ഒരു മാസത്തിനിടയിൽ വരുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ്. എന്താണ് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ? ബന്ധങ്ങളിൽ വരുന്ന മാറ്റം, അതുപോലെ തന്നെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടെ പുതിയൊരു യാത്ര തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് പുതിയ ജോലി, പുതിയ ബിസിനസ്, നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പുതിയ ഒരു കാര്യം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം, പഠനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു സപ്പോർട്ടാണ് ദി ഫൂൾ കാർഡ്. അതൊരു പുതിയ തുടക്കമാണ്. നമ്മൾ ഇതുവരെ ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ചെയ്ത് വലിയ എഫേർട്ട് എടുത്ത് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഫലങ്ങൾ ഇനിയാണ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. അത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമ്മൾ ഇത്ര കാലം കാത്തിരുന്ന കാര്യങ്ങളൊക്കെ അതിനൊരു നീതി കിട്ടാൻ പോകുന്നു, അത് നമ്മളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബന്ധങ്ങളിലാണെങ്കിൽ പഴയ റിലേഷൻഷിപ്പൊക്കെ തിരികെ വരാനും, നമ്മുടെ പഴയകാല സുഹൃത്തുക്കളെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ബന്ധങ്ങൾ പുതുക്കാനോ ഒക്കെ ഉള്ളൊരു സമയം വരുന്നു എന്നുള്ളതാണ്. ഒരു മാസത്തിനിടയിൽ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആകുന്നതായിട്ടാണ് കാണുന്നത്. പിരിഞ്ഞു പോയവർക്കൊക്കെ ആണെങ്കിൽ റീയൂണിയൻ്റെ ഒരു സമയമാണ്. അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് സപ്പോർട്ടോടെ തിരികെ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. 6 ഓഫ് കപ്സ് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പഴയതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടാണ്. ഒരു നല്ല എനർജി ഉള്ള കാർഡാണ് 6 ഓഫ് കപ്സ്. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും അധികം വൈകാതെ തന്നെ നടക്കും. നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഡീപ്പാകും. പഴയ വിട്ടുപോയവരൊക്കെ വന്നു ചേരും. അങ്ങനെ വരട്ടെ എന്നുള്ളതാണ് ഈ കാർഡ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എല്ലാം നിങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് സംഭവിക്കുക എന്ന് ഈ കാർഡ് പറയുന്നുണ്ട്. എടുത്തു പറയേണ്ടത്, നമ്മൾ ഇത്രകാലം കാത്തിരുന്ന, നമ്മൾ എഫേർട്ട് ഇട്ടിരുന്ന ധനമോ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ തടഞ്ഞ് അങ്ങനെ നിന്ന കാര്യങ്ങളാണ് ധനപരമായ കാര്യങ്ങൾ. എങ്കിൽ അത് വേഗം തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ മൊത്തത്തിലെ ഒരു മാസത്തിനകം നിങ്ങൾ പുതിയൊരു തുടക്കം കുറിക്കുകയും ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ, മാനസികമായിട്ട് സുഖം നൽകുന്നതായിട്ടാണ് കാണുന്നത്. വളരെയേറെ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതായിട്ടാണ് ഈ കാർഡ്സ് നമുക്ക് സൂചന നൽകുന്നത്. എല്ലാത്തരം നന്മകളും നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു. ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയോ, കമൻറ്റ് ചെയ്യുകയോ, സബ്സ്ക്രൈബ് ചെയ്യുകയോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.